നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ ഒരു റിപ്പോർട്ടിൽ മാത്രമാണ് ഇരയുടെയും വേട്ടക്കാരന്റെയും എല്ലാം പേരുകൾ പരാമർശിക്കാത്തത്. എന്നാൽ അതിനുശേഷം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തും വരുന്നുണ്ട്. അതിൽ ചിലർ തങ്ങളെ ആരാണ് ഉപദ്രവിച്ചത്, അവരുടെ പേരുകൾ, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് തനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ളത്, അവരുടെ പേരുകൾ യാതൊരു ഭയവുമില്ലാതെ വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറെ വിവാദമായി നിൽക്കുന്നത് ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതാദ്യമായിട്ടല്ല രഞ്ജിത്തിനെതിരെ പലരും ഇതിനു മുൻപ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വളരെ പെട്ടെന്ന് തന്നെ രംഗത്ത് വന്നു. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണെന്നും രേഖാമൂലം പരാതി തന്നാൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂ എന്നും ഒരു റിപ്പോർട്ടിന്റെയോ ആരോപണത്തിന്റെയോ പേരിൽ കേസെടുക്കാനാകില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞിരിക്കുകയാണ്. രഞ്ജിത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് CPM ആണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടിന്റെ പേരിൽ കേസെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയതാണ്. പരാതി കിട്ടിയാൽ എത്ര ഉന്നതനാണെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുമാണ്. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നടി രഞ്ജിത്തിനെതിരെ പരാതി നൽകുകയാണെങ്കിൽ സർക്കാർ അതിന്മേൽ നടപടി സ്വീകരിക്കും. ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ കേസെടുക്കാനാകില്ല. അങ്ങനെ ഒരു കേസ് എടുത്താൽ അത് നിലനിൽക്കുകയുമില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടിയെടുക്കും. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. ആരോപണത്തിൽ വസ്തുതയുണ്ടെങ്കിൽ CPM പരിശോധിക്കാതിരിക്കില്ല. പരസ്യമായ ആരോപണമാണ് വന്നത്. ആരോപണ വിധേയനും അത് പരസ്യമായി തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് പരാതി ലഭിച്ചാലേ നടപടിയെടുക്കാനാകൂ എന്നാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷിച്ചതിന് ശേഷമേ കുറ്റക്കാരനാണെന്ന് പറയാനാകൂ, അല്ലാതെ ഒരാളെ ക്രൂശിക്കാനോ നടപടിയെടുക്കാനോ ആകില്ല. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ്. അന്ന് അദ്ദേഹത്തിനൊപ്പം മറ്റുള്ളവരും ഉണ്ടായെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇതെല്ലാം പരിശോധിച്ച് വേണം നടപടിയെടുക്കാൻ. ഒരാൾ ആകാശത്ത് നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, വനിതകൾക്കൊപ്പമാണ്. എന്നാൽ പരാതി കിട്ടിയാലേ കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പലതിലും തീരുമാനമായിട്ടുണ്ട്. അതിൽ പലതും ചെയ്തു കഴിഞ്ഞു. അമ്മയുടെ അംഗങ്ങളെയും WCC അംഗങ്ങളെയും ഭാരവാഹികളെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ച് രേഖയാക്കിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവർ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സിനിമ നയം വേണം. അതിനുവേണ്ടിയാണ് കോൺക്ലേവ് വെച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറി. അതിന് നശിപ്പിക്കാനാകുമോ? ആ മേഖലയിൽ വന്ന തെറ്റായ പ്രവണതകളും കർശനമായി നേരിടും. ഹൈക്കോടതി റിപ്പോർട്ട് സീൽ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നൽകും. പിന്നെ കോടതിയാണ് പറയേണ്ടത്. കോടതി പറയുന്നത് പോലെ സർക്കാർ പ്രവർത്തിക്കും. വിവരാവകാശ കമ്മീഷൻ വിലക്കാത്ത വിവരങ്ങൾ മുഖ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടതെന്ന് വ്യക്തമായതോടെ സർക്കാരും കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ടായിരുന്നു. അതീവ ഗുരുതര വിഷയത്തിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ വിവാദം. പ്രതിപക്ഷ ആക്രമണത്തിനും ഇത് മൂർച്ച കൂട്ടിയിട്ടുണ്ട്.